Good morning, students. And relations and functions problem ചെയ്യാം. First problem ഇതാണ്. If f of x equal to x square minus 1, g of x equal to x plus 1 whole square, then g of f എന്താണ്? ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? g of f of x എന്ന് പറഞ്ഞാൽ എന്താണ്? By the definition of composite function, g of f of x ആണ്. That is g of f of x എന്ന് പറയുന്നത് എന്താണ്? x square minus 1. Okay, this is equal to g of x എന്ന് തന്നിട്ടുണ്ട്. g of x എന്താ തന്നിരിക്കുന്നത്? x plus 1 whole square എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ g of x square minus 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ x ന്റെ സ്ഥാനത്ത് x square minus 1 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? x square minus 1 plus. അപ്പോൾ minus 1 plus 1 കട്ടാവുന്നു. x square whole square. That is equal to x raised to 4. The answer will be second option ആണ് ഇതിന്റെ correct answer. With the definition of the composite function, g of f of x can be taken as g of f of x. That is g of f of x എന്ന് പറഞ്ഞാൽ x square minus 1. g of x square minus 1 റിപ്ലേസ് ചെയ്താൽ മതി. g of x x ന് പകരം എന്ത് റിപ്ലേസ് ചെയ്താൽ മതി? x square minus 1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും x raised to 4. Okay. Next question. If f of x is equal to 2x plus 1 divided by 3x minus 2, then f of 2, f of the options എന്തൊക്കെയാണ്? A, 2, B, minus 2, C, 5 by 4, D, minus 1 by 2. അപ്പോൾ f of x എന്ന് പറയുന്നത് 2x plus 1 by 3x minus 2 ആണ്. അങ്ങനെയാണെങ്കിൽ f of 2 കണ്ടുപിടിക്കണം. f of 2 കണ്ടുപിടിക്കണം. അപ്പോൾ by definition of composite function, f of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? f of 2 നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. f of 2 കണ്ടുപിടിക്കുന്നതിൽ എന്ത് ചെയ്താൽ മതി? ഈ f of x എന്ന ഫംഗ്ഷനിൽ x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. അപ്പോൾ 2 into 2 plus 1 divided by 3 into 2 minus 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 4 5 3 2 6 minus 2 4 5 by 4. അപ്പോൾ നമുക്ക് f of 2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 by 4 കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? f of 2 ന്റെ സ്ഥാനത്ത് f of 5 by 4. ഈ f of 5 by 4 അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 into x ന്റെ സ്ഥാനത്ത് നമ്മൾ 5 by 4 കൊടുക്കുന്നു plus 1 divided by 3 into x ന്റെ സ്ഥാനത്ത് കൊടുക്കുന്നു, x ന്റെ സ്ഥാനത്ത് 5 by 4 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 4 കിട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് 2 കിട്ടും. 5 by 2 plus 1 divided by 15 by 4 minus ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 7 by 2 divided by ഇവിടെ നമുക്ക് 4 8 7 by 4 7 കിട്ടിപ്പോ 4 by 2 വരും. അപ്പോൾ ആൻസർ എന്താണ്? 2 ആണ് ആൻസർ. ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ is the correct answer. ഇവിടെ നമ്മൾ by the definition of the composite function അനുസരിച്ച് f of 2 നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടി? 5 by 4 കിട്ടി. ആ 5 by 4 നമ്മൾ വീണ്ടും ഇവിടെ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If f of x is equal to x minus 3, g of x is equal to x square plus 1, g of f of x is equal to 10, then x and options എന്തൊക്കെയാണ്? 4 1 6 2. അടുത്ത ക്വസ്റ്റ്യൻ.
അതായത് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടില്ലേ എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 3 ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1 ജി ഓഫ് എഫ് ഓഫ് എക്സ് 10 തന്നിരിക്കുകയാണ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം ജി ഓഫ് എഫ് ഓഫ് എക്സ് അതായത് ഡെഫിനിഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ജി ഓഫ് എക്സ് മൈനസ് 3 ഇത് നമ്മൾ ജി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ജി ഓഫ് എക്സ് മൈനസ് 3 കിട്ടണ എന്ത് ചെയ്താൽ മതി എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 3 കൊടുത്താൽ മതി അപ്പൊ എക്സ് മൈനസ് 3 the whole square plus 1 x minus 3 the whole square plus 1 ഇനി x minus 3 whole square plus 1 g of f of x ന്റെ വാല്യൂ 10 എന്നാണ് തന്നിരിക്കുന്നത് given x minus 3 whole square plus 1 is equal to 10 തന്നിട്ടുണ്ട് അപ്പോൾ x minus 3 whole square സമയത്തേക്ക് 10 minus 1 10 minus 1 പറഞ്ഞാൽ 9 ആയിരിക്കും therefore x minus 3 സമയത്തേക്ക് plus or minus 3 अब x is equal to plus or minus 3 plus 3 अब ഇതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് plus 3 6 വരും minus 3 plus 3 0 വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ് 6 0 അപ്പോൾ ഈ ഓപ്ഷൻസ് ഏതാണ് ഉള്ളത് സി ഓപ്ഷൻ സി is the correct answer ഓപ്ഷൻ സി is the correct answer 6 ആണ് ആൻസർ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ബൈ ഡെഫിനിഷൻ ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ രണ്ട് ആൻസർ കിട്ടിയത് 6 0 ഇവിടെ നമ്മുടെ ആൻസറിൽ 6 എന്നുള്ളത് 0 therefore C is the correct option. Okay.